So last class lo പഠിച്ച ടോപ്പിക് ഏതായിരുന്നു അഞ്ജലി? ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതായിരുന്നു? നെയിമും സ്കോപ്പും ബൈൻഡിങ്ങും ഒക്കെ. അതെല്ലാം പഠിച്ചോ? ഇല്ല, നെയിം പഠിച്ചായിരുന്നു. So which are the places in a language where we can use names? ആൻസർ അറിയോ അഞ്ജലി? Which are the places in a programming language we are using names? ഫംഗ്ഷനിലാണോ സാറേ? ഫംഗ്ഷനിൽ മാത്രമുള്ള നെയിംസ് യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. Only in function. പിന്നെ മെയിനിലും ഉപയോഗിക്കും, വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട്. വേരിയബിൾസിന്റെ നെയിംസ് കൊടുക്കാൻ യൂസ് ചെയ്യും, ഫംഗ്ഷൻ യൂസ് ചെയ്യും. പിന്നെ റിക്കേർഷനിലൊക്കെ യൂസ് ചെയ്യത്തില്ലേ? റിക്കേർഷനും ഫംഗ്ഷനും ഒക്കെ സെയിം ആണ്. Prasad, which are the places where we are using names in a programming language? അതുകൊണ്ട് പഠിക്കേണ്ടതാണോടാ? ഇതെന്തെടുത്താന്നറിയോ? ഞാൻ ഇന്നലെ എടുത്തിട്ട് ഞാൻ സമ്മതിച്ചേ പഠിച്ചിരുന്നോ? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട് പഠിപ്പിച്ച അല്ലേ? ഇയാള് വീട്ടിലോ അല്ല പുറത്തു വല്ലോ? വീട്ടില്. അപ്പൊ അത് നോക്കി പഠിക്കുക കേട്ടോ. ഇതൊന്നും റീസൺ അല്ല, നോട്ട് ജെന്യൂൻ റീസൺ. അജീന. ഹലോ സാറേ. നമ്മൾ നെയിംസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അജീന. സാറേ. Okay, so which are the places or the areas where we can use names in a programming language? നീഡ്സ് ആണ് സാറേ നെയിമിന്റെ സ്റ്റേറ്റ്മെന്റ് ലേബിൾസ്. നമ്മൾ നെയിംസ് എന്ന് പറയുന്ന ആ ടേമിനെ നമ്മൾ എവിടെയൊക്കെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു അതാണ് ഞാൻ ചോദിച്ചത്. പ്രൊസീജിയേഴ്സ്, ഫങ്ഷൻസ്, മെത്തേഡ്സ്, മൊഡ്യൂൾസ്, ഫയൽസ് യൂസ് ചെയ്യാം അല്ലേ? വേരിയബിൾസ് നെയിംസ് ആണ് യൂസ് ചെയ്യാം. കമാൻഡ്സുകൾ. So these are the places where we can use names in a programming language. Constants, variables, operators. Statement labels ആയിട്ട് കൊടുക്കാം. Procedures, function, methods, modules, programs, files, disk, commands. That is many of the places in a programming language the terms are we have to use. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും സെയിം ആണ്. ദാറ്റ് ഈസ് കോമൺ ടു എവരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ വി ആർ ആക്ച്വലി സ്റ്റാർട്ടഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ത്രീ കോൺസെപ്റ്റിന്റെ ബേസിക് ആണ് നമ്മൾ പ്രോഗ്രാമിംഗ് വാട്ട് ഓൾ മേ ബി ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിന്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നെയിം. നെക്സ്റ്റ് വൺ ഈസ് ബൈൻഡിങ് ആൻഡ് സ്കോപ്പ്. That is the two topics so far we have to discuss in the first module. So in today's session we are going to discuss another important parameter that is used in every programming language, that is binding. So whether you have heard about this particular term binding, anyone? Binding എന്നുള്ള term എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Binding. Anyone from this class? Data binding. Data binding എന്ന് കേട്ടിട്ടുണ്ട്. എവിടെയാ മാധവ് ഡേറ്റ ബൈൻഡിങ് കേട്ടിട്ടുള്ളത്? ഏത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ജാവ. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അറിയാലോ എന്താ സംഭവം ഉള്ളത്. നെയിമിനെയും ഒബ്ജക്റ്റിനെയും കൂടെ ബൈൻഡ് ചെയ്യാൻ മെമ്മറിയിലോട്ട്.
ഓക്കെ, നമുക്ക് ആക്ച്വലി ഇന്ത്യ എ എന്ന് നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ എ ഇസിക്കൽ ടു 100 എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ആക്ച്വലി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുമോ? ഡിക്ലെയർ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. സോ ആ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ആരാണ്? സിസ്റ്റമാണ് അല്ലേ? ആ മെമ്മറി അലോക്കേറ്റ് ചെയ്ത സിസ്റ്റം അല്ലേ? അതെ. ദെൻ ആസ് എ പ്രോഗ്രാമർ നമുക്ക് ഏത് ലൊക്കേഷനും നമുക്ക് എന്തെങ്കിലും അവയർനെസ് ഉണ്ടോ ഈ ഒരു കേസിൽ? ടു വെയർ ദിസ് പെർട്ടിക്കുലർ വാല്യൂ സ്റ്റോർഡ്. ഇപ്പോൾ ഇന്ത്യ എ ഇസിക്കൽ 100 എന്ന് കൊടുത്തു. 100 വിൽ ബി സ്റ്റോർഡ് എനി അഡ്രസ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ അവർ സിസ്റ്റം. So that address is assigned by our system, not the program. As a program, നമുക്കത് ഓർക്കുന്നില്ല. But we can access this address. ഈ ഒരു അഡ്രസ്സിനെ നമുക്ക് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കൊടുത്ത നെയിം ഈ ഒരു അഡ്രസ്സുമായിട്ടുള്ള ബൈൻഡിങ് ക്രിയേറ്റ് ചെയ്ത റിലേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിതിന്റെ ആക്സസ് പോസിബിൾ. So that is a term we are going to discuss in today's session. That is binding. So we are going to discuss what you mean by binding. So these are the terms that is related with the binding concept. Binding, binding time, and referencing end. These are the topics so far we have to discuss in this particular session. So everyone please write down the title of this particular topic. Binding and the main title would be we have to discuss in detail about what we mean by binding, then various times that we can perform binding, and referencing environment. So these are the topics we have to discuss in this session. That title is your Merlin. സർ എഴുതുമായിരുന്നു. എഴുതു. വിഷ്ണുപ്രിയ. സാർ ഹലോ. ബൈൻഡിങ് ടൈറ്റിൽസ് ഒക്കെ എഴുതിയോ? അതെ എഴുതുക. So first of all we have to define what we mean by binding. So binding is an association of two things, an attribute with binding is an association of two things. Two things എന്ന് പറയുന്നത് one attribute with an entity. That is attribute എന്നുള്ളത് നെയിംസ് ആകാം, അതുപോലെ തന്നെ entity എന്നുള്ളതിന് മെമ്മറി അഡ്രസ് ആകാം, ലൊക്കേഷൻ ആകാം, വാല്യൂ ആകാം. So ഇവ തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് we can generally term it as binding. Binding time. Next term is the binding time. It is a time at which a binding takes place. That is, എപ്പോഴായിരിക്കണം ഈ ബൈൻഡിങ് ടേക്ക് പ്ലേസ് അല്ലെങ്കിൽ ഒക്കർ ചെയ്യേണ്ടത്? ദാറ്റ് ടൈം നോർമലി കമ്പൈൽ ടൈം ബൈൻഡിങ് ഉണ്ട്, റൺ ടൈം ബൈൻഡിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം ബൈൻഡിങ് ഇസ് ദേർ. വി ഹാവ് ടു ഡിസ്കസ് ഓൾ ദീസ് നെക്സ്റ്റ് സെഷൻ. സോ ദാറ്റ്സ് ദ ബൈൻഡിങ് ടൈം. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ റെഫറൻസിങ് എൻവയോൺമെന്റ്. ദാറ്റ് ഇസ് it is a complete set of binding at a given point in a program. That is, during the program processing or execution, ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ടൈമിൽ ഒക്കർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബൈൻഡിങ്. ദാറ്റ് ഈസ് ബൈൻഡിങ് മീൻസ് അസോസിയേഷൻ ഓഫ് ടു തിങ്സ് ആൻഡ് ആട്രിബ്യൂട്ട് വിത്ത് ദാറ്റ് എൻറ്റിറ്റി. ആ ഒരു ടൈമിലുള്ള ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബൈൻഡിങ് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് ജനറലി ടേംഡ് ആസ് റെഫറൻസിങ്. That is a three terms that is closely related with the binding concept. So we have to discuss one by one among this one, that is binding. So binding is an operation of association of two things like a name and the entity and the entity itself. So that's the one of the definition of binding. The operation associating two things like a name and the entity itself. Example of attributes are names, types, values. നമ്മളിപ്പോൾ a is equal to 10 അല്ലെങ്കിൽ int a is equal to 10 എന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ actually there must be an binding. That is, which are the memory location, actually that is an entity. അതിനെ നമ്മൾ ഈ ഒരു നെയിമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ബൈൻഡിങ് എന്ന് വിളിക്കുന്നത്. Binding occurs at various times in the life of a program. That is, during the program execution, various times നമുക്ക് ഈ binding can be happening. The compiler performs a process called binding when the object is assigned to an object variable. That is, compiler ഈ പറയുന്ന ബൈൻഡിങ് ഓപ്പറേഷൻ പാർട്ടായിട്ട് വരുന്നുണ്ട്. ദാറ്റ്സ് എ കമ്പൈലർ പെർഫോംസ് എ പ്രോസസ് കോൾഡ് ബൈൻഡിങ്
when an object is assigned to an object variable. An object variable what assign ചെയ്യുമ്പോൾ that is done by a compiler. That process is also referred to as the binding. So that's a basic definition of a binding, especially when we have to think about it. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഒരു വേരിയബിളും അതിന്റെ മെമ്മറി അഡ്രസ്സും ആയിട്ട് ഒരു ലിങ്കേജ് അല്ലെങ്കിൽ റിലേഷനെയാണ് നമ്മൾ ബൈൻഡിങ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് which are the various times this binding can be happened. Then basically there are different types of binding time, such as binding time is moment when the binding is performed. That it can be done at either at the compilation time or execution time. That is, during the program execution time binding possible ആണ്. അതുപോലെ തന്നെ compilation time binding of the variable can be possible. And another term related with the binding time is early binding. Early binding is also termed as static binding, referred to the compile time binding. Compile time ബൈൻഡിങ്ങിന്റെ വേറൊരു പേരാണ് early binding അല്ലെങ്കിൽ static binding. That is, before the execution itself, whatever may be the objects and entity, its relation must be clearly defined in the case of a compilation time binding. Whereas late binding is another term which is also known as dynamic binding, and it refers to the running time binding. That is, in this case, binding is happening during the running time of the program. The program execution time ഇവിടെ actually binding എന്ന് പറയുന്ന പ്രോസസ്സിന്റെ കംപ്ലീറ്റ്. So these are the various times that is invoked in a binding, that is compile time and run അല്ലെങ്കിൽ execution time. It is also named as early binding, static binding and compilation. ഇതെല്ലാം കോമൺ ആണ്. അതുപോലെ late binding, dynamic binding അല്ലെങ്കിൽ execution time binding is also same. So these are the various categories of binding times and the concept of binding. The L value of a variable is the address, R value is the variable its value. So this is the two terms. When a variable is declared, it should have two values, L value and R value, where L value represents its address and R value of a variable is its value. A binding is an association such as between an attribute and entity, between the operation and operator. നമുക്ക് ഈ ഒരു ബൈൻഡിങ് ടൈമിൽ ആക്ച്വലി ചെയ്യുന്നത് ഈ പറയുന്ന അഡ്രസ്സും ഈ വാല്യൂസിനെയും നമ്മൾ പെർട്ടിക്കുലർ നെയിംസിലേക്ക് അസൈൻ ചെയ്യും. ദർ മസ്റ്റ് ബി ക്രിയേറ്റിംഗ് ആൻ റിലേഷൻ ഓർ ബൈൻഡിങ് ബിറ്റ്വീൻ ദീസ് ടു എൻറ്റിറ്റീസ്. A binding is static if the first occurs before the runtime and remains unchanged throughout the program. That is, ബൈൻഡിങ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആകുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബൈൻഡിങ് ഹാപ്പൻ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ബിഫോർ റൺ ടൈമാണ്. ദാറ്റ് ഈസ് after that, during the execution of the program, ഈ ബൈൻഡിങ്ങിൽ ഒരു ചേഞ്ച്, ഈ ഒരു അസോസിയേഷനിൽ ഒരു ചേഞ്ചസ് വരുന്നില്ലെങ്കിൽ that kind of binding is known as static binding. Whereas a binding is known as dynamic if it is first occurs during the execution or can change during the execution of the program. That is, binding occur ചെയ്യുന്നത് റണ്ണിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിലാണെങ്കിൽ which is known as the dynamic binding. So that is the two categories of binding, static and dynamic binding. So all of you please write this one. These three terms ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം: binding, binding time and referencing environment. After that you have to define the binding, then binding time. ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ്സുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ശ്രുതി സാന്ദ്ര, സാർ ഹലോ. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ സാന്ദ്ര? അതെ സാർ, ക്ലിയർ. അരവിന്ദ്, ബി ബി, പാർവതി, ഹലോ സാർ. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ പാർവതി? അതെ സാർ. പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ സാർ. After complete this response, we can go to the next session.
അത് ശരി. കംപ്ലീറ്റ് ആയോ? നൗറിൻ അതാണോ ആ പറഞ്ഞത്? സാർ എഴുതി. നെക്സ്റ്റ് വൺ ബൈൻഡിങ് ടൈം. ഓക്കെ, ഡെഫിനേഷൻ ഓഫ് ബൈൻഡിങ് എഴുതുക. അഞ്ചുമ്മ എനിക്കൊന്നും ഇല്ലല്ലോ. ബൈൻഡിങ് കോൺസെപ്റ്റ് മനസ്സിലായോ? അത് ശരി. ശരി. അത് ശരി. ഇത് പഠിച്ചിട്ട് പാലിൽ ഇട്ട് കുടിക്കാൻ പറ്റും. അഞ്ചുമ്മ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി സാർ. അത് ശരി. For the various times that a binding can happens, binding times. സത്യം. അതെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഞാൻ പോയി പാത്രം കഴുകി വെള്ളം കുത്തിയിട്ട് വരാം. യെസ്, അത് ശരി. ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? എന്ത് ചെറിയ കാര്യം?
ഇതൊക്കെ തേങ്ങ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ പറഞ്ഞ എന്റെ ഇനി കാര്യം വേണ്ടിയിരുന്നത്. എന്ത് ശ്രമം നടത്തി കഴിഞ്ഞാൽ ഇല്ല എന്നാ തേങ്ങയൊക്കെയാണോ പറയുന്നത്? ഒരു മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞ എന്റെ ഉണ്ടോന്ന് മനസ്സിലാവും. മുഹമ്മദ് റുബീൻ, കംപ്ലീറ്റ് ആയോ? അഭിജിത്ത് സാജു, എഴുതുവോ സാറേ? അഖിൽ ബൈജു, കംപ്ലീറ്റ് ആയി പറയോ കേട്ടോ.
Madhav. കംപ്ലീറ്റ് ചെയ്യും സാറേ. So next one we have to discuss in detail about the various types of the various categories of binding times. So far we have just divided the basic or broad categories such as static and dynamic binding or early or late binding. So the possible binding time during a programming. The binding time is the time at which the binding is created and it can be done at different places. For example, here are listing a 7 categories of the times where we can go for binding. That is, first one is the language deciding. So that is a place where we can do binding, language design time, then language implementation time, then program writing time, compile time, link time, load time, and last one is the runtime. So far, as a programmer, നമ്മളിപ്പോൾ പഠിച്ച മിക്കവാറും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈംസ് ആണ്, കമ്പൈൽ ടൈമും റൺ ടൈമും ആണ്. സോ ഇത് കൂടാതെ തന്നെ നമുക്ക് വേരിയസ് ഡിഫറെന്റ് പോസിബിൾ ടൈംസ് നമുക്ക് ബൈൻഡിങ് ക്യാൻ ബി ഡൺ. That are the various categories of binding times are language design time, language implementation time, program writing time, compile time, link time, load time, and run time. So these are the various categories or the times we can perform the binding operation. So what do you mean by language design time? So binding the operator symbol to the operation. That is, for example, in a particular language, star is used for representing the multiplication. For example, C multiplication use the symbol notation and the star. So that is an example of a language time design binding. That is, ഈ ഒരു പെർട്ടിക്കുലർ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മൾട്ടിപ്ലിക്കേഷനെ റെപ്രസെന്റ് ചെയ്ത് സ്റ്റാർ എന്നുള്ള സിമ്പിൾ ആകുമ്പോൾ മീൻസ് the design itself we are actually binding the simple star to the particular operation for an entity that is known as the multiplication. That is, the program structures possible types the control flow constructs are chosen in this particular design time. The next time is the language implementation time. That is, the coupling of input output to the operating system, arithmetic of stack size, type equality, handling of runtime expressions. So all of these are handling during the language implementation time. Example, a data type such as int in C bounds your range of possible values. That is, സിയുടെ കേസിൽ ഇന്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സെർട്ടൺ റേഞ്ച് ഓഫ് വാല്യൂസ്, ദാറ്റ് ഈസ് ഒരു മൈനസ് വാല്യൂസ് ടു പ്ലസ് വാല്യൂസ് എന്ന് റേഞ്ച് ഉണ്ടാവും. അതിന് ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂസ് മാത്രമുള്ളൂ നമുക്ക് ഇൻറ്റിജർ ടൈപ്പിലുള്ള വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ സച്ച് ടൈപ്പ് ഓഫ് ബൈൻഡിങ് ഈസ് നോൺ ആസ് എ ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ടൈം. Then program writing time. That is, the programmers choose algorithms, data structures, and names during the program writing time. So that is also a part of binding time. That is the program writing time. Then, so far we are already familiar with the compile time binding. That's a binding a variable to a particular data type at a compile. That is, if we have to write int a in the program writing time itself, that is actually considered the compile time binding. That is, a എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ നമ്മൾ ഇന്റിജർ എന്ന് പറയുന്ന particular data type ആയിട്ട് അസൈൻ ചെയ്ത് ബൈൻഡ് ചെയ്യും. So that operation is actually happening during the compile time of the program stage. And next it is a link time. Link time means the library of standard subroutines joined together via link. That is, for example, if you have to write a C program or a Java something like, you have to include various header files. The program എഴുതുമ്പോൾ various header files അതിന്റെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട്, സോ ഈ ഹെഡർ ഫയൽസിന്റെ കറസ്പോണ്ടിങ് certain ഫംഗ്ഷൻസിന് നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ certain സ്റ്റേറ്റ്മെന്റ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടാകാം. ഇവ തമ്മിലുള്ള ലിങ്കിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ ലിങ്കിങ് ടൈം. And next one is a load time binding. Load time binding refers to the point at which the operating system load the program into the memory so that it can run. That is, the പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ടൈപ്പുള്ള ബൈൻഡിങ്ങിനാണ് നമ്മൾ ലോഡ് ടൈം ബൈൻഡിങ്
And virtual address are chosen to link the time and physical address are changed to runtime. So that's a background നടക്കുന്ന കാര്യങ്ങളാണ്. That is example is that bind a variable to a memory cell. Example C static variable കോൺസെപ്റ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെമ്മറിയിലേക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസൈൻ ചെയ്തുകൊണ്ട് വിത്തൗട്ട് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഗ്രാം വി ക്യാൻ ആക്സസ് ഫോർ ബൈറ്റ് ദാറ്റ് പെർട്ടിക്കുലർ variable name as memory cell throughout the program. That type of binding time is known the load time. And last one is already you have familiar with this that runtime. Runtime refers to the entire span from the beginning to the end of the program. The virtual functions, values, variables may move. That is the binding a non-static variable to a memory cell. That is known as the runtime. That is all the binding activities are actually happening in the runtime of the program itself. So all of you please write this one. ഓരോ ബൈൻഡിങ് പോസിബിൾ ബൈൻഡിങ് ടൈംസിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതി വെക്കുക. എല്ലാവരും എഴുതിക്കേ.
നിങ്ങൾ കംപ്ലീറ്റ് ആയിരുന്നോ? അപർണ, ആൻഡോ, സാർ. കംപ്ലീറ്റ് ആയോ? 4 എഴുതിയോ ആൻഡോ? സാർ എഴുതി. അടുത്ത് എഴുതിയോ? 7 കംപ്ലീറ്റ് ചെയ്യണം. ഇത് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. essay type questions ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which are the possible times we can perform the binding operation? Merlin, sir. binding chains concept clear അല്ലേ? Clear sir. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ള ഇതിൽ ഏത് മാത്രമുള്ളതായിരിക്കും? Compile time, run time ആയിരിക്കും. But apart from that, some of the other binding times are possible. Okay. ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. Ubin. Complete ആയോ Ubin? അക്ഷര, അക്ഷരയുണ്ടോ? അഞ്ജലി, കംപ്ലീറ്റ് ആയ അഞ്ജലി? അഞ്ജു, ആരവ്, എഴുതി സാർ. അർജുൻ, എഴുതി സാർ. ബിച്ചു, ജീവൻ, ജീവൻ, ജോസ്വിൻ, എഴുതി സാർ. കൃഷ്ണരാജ്, എഴുതി സാർ. So that are the various possible times we can perform the binding. And now these are some of the other various examples of. I have already shared here. We can go to the table. Syntax example if the corresponding order time corresponding examples are allocation. That how we can perform the binding. Now. Here is another example. Compiler, the static and dynamic binding. The compiler analyzes the syntax and semantics of the global variable declaration once
before the programs ever. That is compile time binding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever we have to declare some variables or semantics or declaration, അത് perform ചെയ്യുന്നത് before the execution of the program ആയിരിക്കും. That type of binding is known as the compile time analysis. It decides a layout of those variables, memories, and generates efficient code access to them wherever they appear in the program. A pure interpreter in the contract must analyze the declaration every time the program begins execution. So that is actually during the compilation. If you use a compiler or an interpreter, രണ്ട് കോൺസെപ്റ്റിലും ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. The case of a compiler, it analyzes syntax and semantics of the global variables declaration. That is before the execution of the programs നമുക്ക് ഈ ഒരു കേസ് ചെയ്യും. But in the case of interpreter, ഓരോ തവണയും ഇത് ചെയ്യുമ്പോഴും there must be each and every time the interpreter by analyzing the declaration every time the program begins the execution. That is ഓരോ തവണയും ഇത് പ്രോസസ് ചെയ്യുമ്പോൾ interpreter എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിനെ പ്രോസസ് ചെയ്തുകൊണ്ടായിരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക്. An interpreter may reanalyze the local declaration within the subroute each time that the subroute read is on. So that is whenever you have to design a programming language, if you have to use a translator, if you use a compiler, it should have its own fashion to how the binding can be happen. Whereas if you use an interpreter, there is a different way to analyze the declaration every time when the program begins its steps. That is another concept that is related with the binding that is done by both the compiler and the interpreter. Now, here is another example that is for how this binding can be happen. And next one is, or more priority is goes to dynamic binding is an example specified through a assignment statement. Example JavaScript learning list 2, 4, 3, 3, 6, 8, that is a single dimension array. List is equal to 47, that's a scalar variable. Advantage is flexibility, that is program disadvantage is high cost dynamic type checking. That is the case first list declare or single dimension array. Second one, it is a single variable array. That is when the time it is actually passed, our time maybe array ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ടോ എടുക്കാം. So that is actually known as the dynamic type binding concept. And the disadvantage of the high cost dynamic type bindings must be implemented using pure interpreter, not the compilers. That is another advantage, disadvantage. Then type error detection by the compilation is mentioned because any variable can be assigned to a variable of name. That is ഇവിടെ നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നെയിമിന് നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യിക്കുക അതിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ആക്സസ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സംടൈംസ് നമ്മളൊരു കേസിൽ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ അരേ വേറസ് സംടൈംസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ single tree. That's the difference between the dynamic type binding in the corresponding example. Now, the effect of binding time. The early binding times and later binding times are there. The early binding times before the runtime are associated with the greater efficiency. That is, binding concept we generally discuss. Early binding is having greater efficiency. That is, the syntactic and semantic check can be done at the compile time only once, and runtime overhead can be avoided. That is, advantage is that the compile time will then binding complete. That is, syntax, semantics, and check keyboard. Running time is using overhead avoid. That is, running time can be more faster while compile if it is binding can be done at the compile time. That type of binding is known as the early binding. That is having some its greater efficiency. And late binding, that's a runtime binding, and also associated with greater flexibility. Flexibility in the actually it is actually goes to the late binding, and interpreters allows the program to extend the runtime. It's the case rather than using compilers, we are using interpreters. The method binding in object-oriented programming must be laid to support the dynamic binding. Object-oriented programming concept using in the concept of late binding and useful. So that's the effect of binding time. Then
Here are some important questions that is related with this particular portion. University exams to one questions are that is what is the binding thing? That is its answer. Explain the decision that are bound statically and those are that are beyond the dynamic. That is the static bind and dynamic bind difference ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ സെറ്റ് കിട്ടും വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ബൈൻഡിങ് തിങ്സ് ഏർലി ആസ് പോസിബിൾ വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ഡിലേയിങ് ദ ബൈൻഡിങ് സോ ദാറ്റ് ഈസ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സെർട്ടൺ സ്ലൈഡ്സിന്റെ ആൻസർ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഔട്ട്. ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബൈൻഡ് ടൈറ്റിൽ കൊടുക്കുക. ഈ രണ്ട് പോയിന്റ്സുകൾ നോട്ട് ചെയ്തു. Then difference between static and dynamic bind that is included in the previous year question papers ആണ്. You have to answer that particular question. ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മാധവ് Sir, hello. Hello. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മാധവ്? സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ് ഇല്ല sir. ഇല്ല. ഇന്ന് നോട്ട് ചെയ്തു. ഒരെണ്ണത്തിൽ നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുമ്പോൾ വേറെ ഇന്റർപ്രറ്റർ ആയിരിക്കും. സോ ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആർ ദർ. അത് നോട്ട് ചെയ്യുക കേട്ടോ. ജോൺസി സോ ഇതിന്റെ റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കോപ്പ് ഓഫ് എ സ്കോപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്. നമുക്ക് ഇതിന്റെ സെക്കൻഡ് അവർ ഉണ്ട്, പക്ഷേ ഇന്നത്തെ ഫസ്റ്റ് അവർ. ഓക്കെ, അതിന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. ജോസ്വിൻ സാറേ എടുക്കുക.
Okay, then complete ആയിരുന്നു ഞവിടെ ആ സാർ കഴിഞ്ഞായിരുന്നു. Okay. So next topic നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉച്ചകഴിഞ്ഞ് ഒരു അവർ ഇല്ലേ, അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Complete ആയെങ്കിൽ you can leave the class. We can do it the next class. Okay.